ആർക്കാ മോളെ പ്രശ്നം? എൻ്റെ ഹസ്ബൻഡിനാ ഡോക്ടർ പ്രശ്നം. എന്താ മോളെ പ്രശ്നം? എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ശരത്ത്. ഞങ്ങളുടേതൊരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. എൻ്റെ കുഴപ്പം കൊണ്ടാണോന്ന് അറിയില്ല, ശരത്തിൻ്റെ പെരുമാറ്റം വല്ലാതെ അങ്ങ് മാറിപ്പോയി. എന്നാൽ എന്നെ വലിയ സ്നേഹമാണ്. പക്ഷേ പണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന പല കാര്യങ്ങളോടും ഇപ്പോൾ ശരത്തിന് ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഇതൊക്കെ അത്രയ്ക്ക് കാര്യമാക്കാനുണ്ടോ? പണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന പല കാര്യങ്ങളോടും ഇപ്പം നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? പേരെന്താന്നാ പറഞ്ഞേ? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മിക്ക് വല്ലാണ്ട് ഓവർ തിങ്കിങ് ഉണ്ടേ. ഇതല്ല ഡോക്ടർ, ഓരോ ദിവസവും ശരത്തിന്റെ പെരുമാറ്റം മാറിക്കൊണ്ടിരിക്കുക. ശരത്തിന്റെ സ്നേഹപ്രകടനം കാണുമ്പോൾ എന്തോ ഒരു പന്തികേടുള്ള പോലെ തോന്നുന്നേ. ഞാൻ പോകുന്നിടത്തെല്ലാം എന്നെ ഫോളോ ചെയ്യുക, ഞാൻ സേഫ് ആണോ എന്ന് എപ്പോഴും ഉറപ്പുവരുത്തുക. ചില സമയത്ത് ശരത്തിന്റെ സ്നേഹം കാണുമ്പോൾ ശരിക്കും പേടിയാവും. കഴിഞ്ഞ? ഇല്ല ഡോക്ടർ, ഇന്ന് രാവിലെ ഒരു കാര്യം കൂടെ നടന്നു. അതോടായപ്പോഴാണ് ഡോക്ടറെ ഇന്ന് തന്നെ കാണാമെന്ന് ഞാൻ തീരുമാനിച്ചത്. എന്താ അത്? അമ്മ പോയിട്ട് വരാവേ. ശരത്തെ അമ്മ, ശരത്തെ അമ്മേ. ശരത്തെ ഈ ശരത്ത് ഒരു കുസൃതിക്കാരൻ തന്നെ. ഇതൊക്കെ ശരത്തിന്റെ ഓരോ കുസൃതികളാന്നേ. പിന്നെ ശ്രീലക്ഷ്മി ശരത്തിന്റെ സ്നേഹത്തിൽ വല്ലാതെ പേടിക്കുന്നുണ്ട്. എന്തിനാ ഇത്രയ്ക്ക് ഓവർ തിങ്കിങ്? ആ കൈ ഒന്ന് നീട്ടി പിടിച്ചു, ആ കൈ നീട്ടി പിടിക്കൂ. കണ്ടോ വിറയല് കണ്ടില്ലേ? ഇത് രണ്ടെണ്ണം അടിക്കാത്തതിന്റെ വിറയലല്ല, ആൻസൈറ്റിയാണ്. അല്ല ഡോക്ടർ, പേടിച്ചിട്ടാ. ആൻസൈറ്റി കൊണ്ടുള്ള പേടിയാണ്. ഞാനൊരു മരുന്ന് തരാം, രാത്രി ഉറങ്ങുന്നതിന് മുന്നേ കഴിച്ചാൽ മതി. അല്ല ഡോക്ടർ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇവിടെ വരുന്നവരെല്ലാവരും ഇത് തന്നെ പറയുന്നത്. പക്ഷെ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, ആൻസൈറ്റി മാറണ്ടേ. ഡോക്ടർ, ശരത്തിനെ കൊണ്ടുവരാൻ പറ്റാത്തോണ്ടാ ഞാൻ വന്നത്. ഇന്നും ശരത്തിനെ ഫോളോ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ശരത്തിന് എന്നോട് സംശയമാണോ ഡോക്ടർ, അതോ ഇനി വേറെ എന്തെങ്കിലും ആണോ? കണ്ടോ കണ്ടോ ആൻസൈറ്റി കൂടി വരുന്നത് കണ്ടോ? എൻ്റെ മരുന്ന് കഴിക്കാത്തതിൻ്റെ നല്ല പ്രശ്നമുണ്ട് കുട്ടിക്ക്. ഇത് രണ്ടെണ്ണം രാത്രി രണ്ടെണ്ണം വെച്ച് കഴിച്ചാൽ മതി. ഞാൻ എൻ്റെ പേഷ്യൻ്റ് നമ്പർ എഴുതാം, ആൻസൈറ്റി കൂടുമ്പോൾ വിളിച്ചാൽ മതി. ഈ തേങ്ങക്കാണ് അത്ര കനം. ഹലോ, അതിനെന്തിനാണ് നിങ്ങൾ ഇത്രയ്ക്ക് ആൻഷ്യസ് ആവുന്നത്? ശരത്തിന് കുറച്ച് പേഴ്സണൽ ടൈം കൊടുക്ക് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി വല്ലാതെ ടോക്സിക് ആവുന്നുണ്ടേ. ഞാൻ തന്ന മരുന്ന് രണ്ടെണ്ണം വെച്ച് കഴിച്ചോ? എന്നാ ഒന്നും കൂടെ കഴിച്ചിട്ട് മിണ്ടാതെ കിടന്നുറങ്ങി. അല്ല പിന്നെ പുല്ലി, ഈ പെണ്ണുമ്പിള്ളക്ക് നമ്പർ കൊടുത്ത അബദ്ധമായിന്നാ തോന്നുന്നത്. ആരാ?
ശരത്തല്ലേടാ നീ? യെസ് ഡോക്ടർ. தம்பி அந்த மியூசிக் போடுறா.